രാമമംഗലം പെരുന്തൃക്കോവിലെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഈയിടെ നവതി പിന്നിട്ട മുതിർന്ന കാരണവരിലൊരാളും ഒരു കാലത്ത് ഭരണസമിതിയുടെ ഭാഗവുമായിരുന്ന എളമണ്ണ മനക്കിൽ ശ്രീ ദാമോദരൻ നമ്പൂതിരി. അങ്ങനെ ഞാൻ ഒരു 4 കൊല്ലം 4 ഉത്സവം ഞാൻ എൻ്റെ ചുമതലയിൽ നടത്താനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആ കഥകളുണ്ടെന്ന് വെച്ചാൽ ഉണ്ണിഭൂതം ആയത് വെച്ചാൽ ഇവിടെ അടുത്ത കാലത്ത് ആണ് അതിൻ്റെ കൂടുതൽ ദൃഷ്ടാന്തമായിട്ടുള്ള ഒരു ഇത് കണ്ടത്. ഇവിടെ ഈ ധ്വജപ്രതിഷ്ഠ വേണമെന്ന് വിചാരിച്ച് വേഴപ്പറമ്പെന്ന് പറഞ്ഞ തന്ത്രിയെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ അദ്ദേഹം ഇവിടെ വന്ന് കണക്കെടുക്കാനൊക്കെ തുടങ്ങി. കണക്കെടുത്ത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെയൊക്കെ നോക്കി അതിന് ചില തീരുമാനങ്ങൾ എടുക്കുക. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു മനസ്സിനൊരു സ്വസ്ഥത കുറവ് പോലെ തോന്നി. അദ്ദേഹം ആദ്യം ഒന്നുകൂടെ നടന്ന് ഇതിലെ കൂടെ പോകുമ്പോൾ ഒരു ഉണ്ണി വന്ന് വിളിച്ചു, എനിക്കും ഒരു കൊടിമരം വേണമെന്ന് പറഞ്ഞു എന്നാണ് ഈ കൊടിമരത്തിൻ്റെ കാര്യം പറയുമ്പോൾ. പിന്നെ ഇവിടെ ഈ ഉണ്ണിഭൂതമായിട്ട് നമ്മൾ വിചാരിക്കാൻ കാരണം ഈ നാളികേരം വയറ്റുവേന വരുമ്പോൾ നമ്മൾ വഴിപാടായിട്ട് നാളികേരം ഉടയ്ക്കാമെന്ന് തീരുമാനിച്ച് നാളികേരം വഴിപാട് കഴിക്കും. അങ്ങനെ നാളികേരം വഴിപാട് കഴിച്ചാൽ നമുക്ക് വയറ്റുവേന മാറണം, അങ്ങനെയൊക്കെ പതിവുണ്ട് മുമ്പൊക്കെ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വീട്ടിൽ നമുക്ക് സാരായിട്ടുണ്ടായാൽ അതിൽ ആദ്യം ഉണ്ടാവണത് ഉണ്ണിഭൂതത്തിന് കൊണ്ട് കൊടുക്കുക. ആ ഉണ്ണിഭൂതം എന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു ഈശ്വരനായിട്ടാണ് നമ്മൾ അന്ന് കണക്കാക്കി നമ്മൾ ഉപാസിച്ച് പോരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പ്രാധാന്യമുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ണിഭൂതത്തിനായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി വഴിപാടുകൾ കഴിക്കും, നമുക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും, അതുകൊണ്ട് മാറുകയും ചെയ്യും. അങ്ങനെയാണ് പതിവ്. അതാണ് ഉണ്ണിഭൂതത്തിനുള്ള പ്രധാനം. അതുപോലെ തന്നെ തേങ്ങ ഉടയ്ക്കുന്നതിൽ ആദ്യകാലത്ത് തേങ്ങ ഉടച്ചുകൊണ്ട് കഴിക്കുമ്പോൾ ഈ ഉണ്ണിഭൂതം വന്ന് കൂടെ നിന്ന് തേങ്ങ ഉടയ്ക്കുന്നതാണ് നമ്മുടെ സങ്കല്പം. കൂടെ നിന്ന് അങ്ങനെയൊക്കെ കുട്ടികളായിട്ട്, അതാണ് കുട്ടികളായിട്ടുള്ളവരാണ് തേങ്ങ ഉടയ്ക്കാനായിട്ട് ആ കാലത്തൊക്കെ ആദ്യകാലത്ത്. പിന്നെ കണ്ടമാനം തേങ്ങ വന്നപ്പോൾ വലിയവരും കൂടെ കൂടി ഉറച്ചു തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. മറ്റേ കുട്ടികളെ കൊണ്ട് തന്നെ ഉടപ്പിക്കുക, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമാണ്. ഉണ്ണിഭൂതത്തിന് കൊടിമരം വരാനുള്ള അതാണ് ഞാൻ പറഞ്ഞത്. ആ തന്ത്രി ഇതിനെ നിശ്ചയിക്കുന്ന ആൾ വന്ന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പറയും എനിക്കും വേണം ഒരു കൊടിമരം എന്ന് അദ്ദേഹം ഇങ്ങനെ പിന്നീന്ന് പറയണ ഒരു കൊച്ചിൻ്റെ ശബ്ദം പോലെ കേട്ടു എന്നാണ്. ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു നോക്കിയപ്പോൾ ആളെയും കണ്ടില്ല. അപ്പോൾ നടക്കെ ചെല്ലുന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇവിടെയും കൂടി ആയിക്കോട്ടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരവും ഏറ്റവും ചെറിയ കൊടിമരവും രാമങ്കലത്താണ് എൻ്റെ അളവനുസരിച്ച്. ഉണ്ണിഭൂതത്തിന് തേങ്ങയും മണിയും സമർപ്പിക്കുന്ന കാരണം മണി കഴിക്കുന്ന വെച്ചാൽ കുട്ടികൾ മിണ്ടാണ്ടിരുന്നാൽ, കുട്ടികൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ ഉണ്ണിഭൂതത്തിന് മണി സമർപ്പിച്ചാൽ ആ മണികളുടെ സമർപ്പണം കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് മിണ്ടാറാവും. അങ്ങനെ അനുഭവങ്ങളുണ്ട് ഇവിടെ. മിണ്ടാൻ കുറേശ്ശെ ശരിയായിട്ട് മിണ്ടൂല്ലാത്ത കുട്ടികൾ ഉണ്ണിഭൂതത്തിന് മണി സമർപ്പിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തുടങ്ങും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെളിച്ചത്തിലാണ് ഇത്ര വളരെ മണി അവിടെ കെട്ടി തൂക്കിയേക്കുന്നത്. ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. മുത്തശ്ശൻ എത്ര ചെറുപ്പം തൊട്ടായി അമ്പലത്തിൽ വന്നു തുടങ്ങി? അപ്പോൾ ആ കാലത്തൊക്കെ ഉള്ള ഓർമ്മ? 6-7 വയസ്സായപ്പോൾ മുതൽ ഇവിടെ വന്നു തുടങ്ങിയതാണ്. അന്ന് വരുന്ന ഉത്സവം കാണും, പോവും, വന്ന് പലപ്പോഴും തൊഴും. പിന്നെ അച്ഛൻ്റെയൊക്കെ കൂടെ വന്ന് ഇവിടെ വാരം എന്ന് പറഞ്ഞൊരു സദ്യയുടെ ഏർപ്പാടുണ്ടായിരുന്നു, എല്ലാ തിരുവോണത്തിനും വാരം. അപ്പോൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ അച്ഛൻ്റെയൊക്കെ ഒപ്പം ഇവിടെ വന്ന് സദ്യ കൊണ്ടുപോകും. പിന്നെ എൻ്റെ പൂണൂലൊക്കെ ഇട്ട് നമ്പൂരി ആയതിനു ശേഷം കീശാന്തിമാർക്ക് ചിലപ്പം മുടക്കം വരികയാണെങ്കിൽ ഞാൻ ഈ തിടമ്പെഴുന്നേൽക്കുന്നുണ്ടല്ലോ ശിവേലിക്ക്, ആ ചുമതല ഞാൻ ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട്. പക്ഷെ അതൊന്നും എനിക്ക് തിടപ്പള്ളിലൊന്നും ചെയ്യാറില്ല, ഞാൻ അത്ര പ്രായമായിട്ടില്ല. അവിടെ ഇവർക്ക് കിടക്കാനൊരു മുറി ഉണ്ടായിരുന്നു പണ്ട്. ആ മുറിയിൽ മേശാന്തിയും കേശാന്തിയും കിടക്കുകയാണ് പതിവ്. അതിന് ഞാൻ ഒരു സൈഡിൽ ഞാൻ കേശാന്തി സ്ഥാനത്ത് ഞാൻ അവിടെ കിടക്കും, അപ്പുറത്ത് മേശാന്തിയും കിടക്കും. വെളുപ്പം കാലമാകുമ്പോൾ അവർ കുളിക്കാൻ പോകണ കൂടുതൽ കുളിക്കാൻ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്. അത് മത്തങ്ങ വലിയ ഒരു വഴിപാടായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് ഏതോ ഒരു ജ്യോത്സ്യനാണോ ഏതായാലും ഒരു പ്രശ്നവശാലോ കണ്ടതാണ്.
അപ്പോൾ അത് പിന്നെ അയാൾ കൃത്രിമമായിട്ടൊരു മത്തങ്ങ ഉണ്ടാക്കി കൊണ്ടുവന്ന് സമർപ്പിക്കുകയൊക്കെയാണ് ചെയ്തതാണ്. അതുപോലെ അതാണ് അവിടെ ഒരു മത്തങ്ങ എപ്പോഴും കാണുന്നത് അതാ, അല്ലാണ്ട് ശരി മത്തങ്ങ അല്ലാതെ. ഇവിടെ പിന്നെ മത്തങ്ങ വാരം എന്ന് പറയുന്നുണ്ട്. ഉണ്ണിപ്പൂത്തിന് കണ്ടമാനം അല്ലെ ഈ മണ്ഡലക്കാലത്ത് വാരം എന്ന് പറഞ്ഞൊരു സദ്യ പതിവുണ്ട് പണ്ടൊക്കെ. ആ വാരത്തിന് വിഭവങ്ങൾ ധാരാളം കൊണ്ടുവരുന്ന കൂട്ടത്തിൽ മത്തങ്ങ ബാക്കി വന്നാൽ ഈ മത്തങ്ങ ഈ ഉണ്ണിപ്പൂത്തത്തിൻ്റെ വകയായിട്ടൊരു വാരം എന്ന് പറയുന്നത് മത്തങ്ങ വാരം എന്നാണ് അതിന് പറയുക. അങ്ങനെയാണ് അന്നത്തെ കാലത്ത് വിശേഷിച്ച് നമ്മൾ അറിയാനായിട്ട് പറയുന്നത് മത്തങ്ങ വാരം എന്നാണ്. അപ്പം അതിന് മൊരൊഴിച്ച് കൂട്ടാൻ, തോരൻ, എരിശ്ശേരി, ഇതൊക്കെ മത്തങ്ങ കൊണ്ടാണ്. ഓലൻ, പിഞ്ച് മത്ത കൊണ്ട് ഓലൻ വയ്ക്കും, വലിയ മത്ത അല്ല മൂത്ത മത്തങ്ങ കൊണ്ട് കാളൻ വയ്ക്കും, കൊത്തിയരിഞ്ഞ് തോരൻ വയ്ക്കും. അങ്ങനെയൊക്കെ എല്ലാം മത്തങ്ങ കൊണ്ട്.